ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന അവകാശ പോരാട്ടം 60-ാം ദിവസത്തിലെത്തി. സമരം അനിശ്ചിതമായി നീളാൻ കാരണം ആശാപ്രവർത്തകർ തന്നെയാണ് എന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. സമരം ശക്തമാക്കാനൊരുങ്ങി ആശമാർ ശനിയാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം സംഘടിപ്പിക്കും. ഫെബ്രുവരി 10-നാണ് ആശാപ്രവർത്തകർ ഓണറേറിയം വർധനവടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. വേനൽ ചൂടോ മഴയോ വകവയ്ക്കാതെ സമരം ശക്തമാക്കുകയാണവർ. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ 3-ാം ഘട്ട ചർച്ചയും ഫലം കണ്ടില്ല. കമ്മീഷനെ വെച്ച് ആവശ്യങ്ങൾ പഠിച്ച് മുന്നോട്ടു പോകാമെന്നുള്ള നീക്കം സമരസമിതി അംഗീകരിച്ചില്ല. തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയെ നേരിട്ട് കണ്ട് നിവേദനം സമർപ്പിച്ചിട്ടും തുടർ നടപടി ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ആശാപ്രവർത്തകർ. ശനിയാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ പൗരസാഗരം സംഘടിപ്പിക്കും. മുന്നോട്ട് പോകും സമരം. 12-ാം തീയതി ഇവിടെ പൗരസാഗരം എന്ന പേരിൽ കേരളം ആശമാരോടൊപ്പം എന്നുള്ളൊരു പേരിലൊരു പ്രോഗ്രാം ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വന്ന സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അത് വളരെ വലിയൊരു ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ഒരു പരിപാടിയാണ്. സമരം അനിശ്ചിതമായി നീളാൻ കാരണം ആശാപ്രവർത്തകർ തന്നെയാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു പൊതുവായ ചിന്തയുടെ ഭാഗമായി വരുന്നൊരു കാര്യമാണ്. പക്ഷേ സമരം നടത്തുന്നവർക്കും ആ ഒരു താല്പര്യം വേണ്ടേ, എന്നാലല്ലേ അത് തീരുകയുള്ളൂ. സമരം ഒത്തുതീർപ്പാക്കണമെന്ന ചിന്ത തന്നെയാണ് നമുക്കുമുള്ളതെന്നും തങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.